ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ലോ ഓഫ് അട്രാക്ഷൻ എന്നതൊരു മഹാശക്തിയാണ്. പക്ഷേ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും ശക്തമായ രഹസ്യത്തെക്കുറിച്ചാണ്. വൈബ്രേഷണൽ അലൈൻമെൻറ്റ്. ഞാൻ കുറച്ചുകൂടി വിശദമാക്കി പറയാം. നമ്മുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും എങ്ങനെ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാം, അതിനായി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ ഫീലിങ്സ് ശരിയായി എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇനി വിശദമായിട്ട് പറയാൻ പോകുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ ഏറ്റവും ആധികാരികവും ഫലപ്രദവുമായ വഴിയാണ് ഈ വൈബ്രേഷണൽ അലൈൻമെൻറ്റ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ വൈബ്രേഷൻ മാച്ച് ആവണമെങ്കിൽ ആദ്യം ആ ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു റിയാലിറ്റി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കൂ. നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട്. നമുക്ക് ചുറ്റുമുള്ള ഓരോ കാര്യവും, നമ്മുടെ ചിന്തകളും വികാരങ്ങളും, നമ്മൾ കാണുന്ന ഓരോ നിറത്തിനും ഓരോ ശബ്ദത്തിനും എല്ലാത്തിനും ഉണ്ട്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും പറയാം. ഉദാഹരണത്തിന്, നമ്മളൊരു റേഡിയോ സ്റ്റേഷനിൽ പാട്ട് കേൾക്കാൻ ശ്രമിക്കുമ്പോൾ ആ സ്റ്റേഷൻ്റെ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ നമ്മുടെ റേഡിയോ ട്യൂൺ ചെയ്യണം. അതുപോലെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും. അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ മാറ്റിയെടുക്കണം. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ അതേ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ മാറുമ്പോൾ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയൂ. അതാണ് വൈബ്രേഷണൽ അലൈൻമെൻറ്റ്. രണ്ട് വസ്തുക്കൾക്ക് ഒരേ ഫ്രീക്വൻസി ആകുമ്പോൾ അതിലൊന്നിൻ്റെ വൈബ്രേഷൻ മറ്റേതിനെയും സ്വാധീനിച്ച് അത്ഭുതകരമായി വൈബ്രേറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. ഈ തത്വം നമ്മുടെ ഫീലിങ്സുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് നമ്മുടെ വൈബ്രേഷനെ സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്, നിങ്ങളുടെ കൈ എത്തും ദൂരത്തുണ്ടെന്ന്. നിങ്ങൾക്കതിപ്പോൾ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം അത് അവിടെ ഇല്ല എന്നല്ല, മറിച്ച് നിങ്ങളുടെ വൈബ്രേഷൻ അതിനനുസരിച്ച് മാറിയിട്ടില്ല എന്നാണ്. നമ്മൾ ശരിയായ രീതിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളുടെ ആഗ്രഹം ഒരു മാഗ്നറ്റ് പോലെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വില്യം ജെയിംസ് എന്ന പ്രശസ്തനായ സൈക്കോളജിസ്റ്റും ഫിലോസഫറും ഒരു തിയറി മുന്നോട്ട് വെച്ചിരുന്നു. ഒരു വ്യക്തി താൻ ആരാകാനാണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെപ്പോലെ പെരുമാറിയാൽ അദ്ദേഹത്തിന് ആ വ്യക്തിയായി മാറാൻ സാധിക്കും എന്നതായിരുന്നു അത്. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നവർക്കെല്ലാം ഇത് കേട്ടിട്ടുണ്ടാവുമായിരിക്കും ഇല്ലേ? അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിച്ചതുപോലെ പെരുമാറുക. പതിറ്റാണ്ടുകളായി നടന്ന പല റിസർച്ചുകളും ഇത് ശരിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. നമ്മളൊരു ഇമോഷൻ ഫീൽ ചെയ്യുന്നത് പോലെ പെരുമാറിയാൽ നമ്മുടെ ശരീരം യഥാർത്ഥത്തിൽ ആ ഒരു ഇമോഷൻ ഉൽപ്പാദിപ്പിക്കും. കാരണം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാകും. അത് നമ്മുടെ വൈബ്രേഷണൽ ചേഞ്ചസിനും കാരണമാകും. നമ്മളൊരു സംഭവം യഥാർത്ഥത്തിൽ നടന്നതുപോലെയും അത് വെറുതെ ചിന്തിക്കുമ്പോഴും നമ്മുടെ ബോഡിക്ക് അതിനെ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയില്ല. രണ്ട് സാഹചര്യത്തിലും നമ്മുടെ ബോഡി അതിനെ പ്രോസസ്സ് ചെയ്യുന്നത് ഒരേ രീതിയിലാണ്. ഈ ഒരു ഫാക്റ്റ് നമ്മുടെ വൈബ്രേഷൻ ഉയർത്താൻ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ചിലപ്പോൾ നമ്മൾ വളരെ സങ്കടത്തിലോ വിഷമത്തിലോ ഒക്കെ ആയിരിക്കും. അത്തരം സാഹചര്യത്തിൽ പെട്ടെന്നൊരു ഹൈ വൈബ്രേഷൻ സ്റ്റേറ്റിലേക്ക് മാറുന്നത് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ നമുക്കിതിനായി ഒരു എളുപ്പവഴി അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാധാരണ ചെയ്യാറുള്ള ഒരു സിമ്പിൾ പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. ഇത് നമ്മുടെ വൈബ്രേഷണൽ സ്റ്റേറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കും. അതിലൊന്നാമത്തെ സ്റ്റെപ്പ് പോസിറ്റീവ് എനർജിയിലേക്ക് മാറുക എന്നതാണ്. ആ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങളൊരു പേനയും പേപ്പറും എടുക്കുക. ഒരു പേപ്പറിൽ 2 കോളം ഉണ്ടാക്കുക, അതായത് 2 കോളം വരയ്ക്കുക. ആദ്യം ഒരു പേനയും പേപ്പറും എടുക്കുക, എന്നിട്ട് ആ പേപ്പറിൽ 2 കോളം വരയ്ക്കുക. അതിലൊന്നാമത്തെ കോളത്തിൽ എനിക്ക് ചിന്തിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളെന്നും രണ്ടാമത്തെ കോളത്തിൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളെന്നും കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന കാര്യങ്ങൾ ഈ 2 നിരകളിലായിട്ട് എഴുതുക. ഓരോ കാര്യത്തിനും നേരെ അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ഫീലിംഗ് എന്താണെന്നും കൂടി എഴുതണം.
ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം ഒരു പേപ്പർ എടുക്കുക, 2 കോളം വരയ്ക്കുക. ഒന്നാമത്തേതിൽ എനിക്ക് ചിന്തിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, രണ്ടാമത്തേതിൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഞാൻ എക്സാമ്പിൾ കൂടി പറയാം. ഉദാഹരണം, എനിക്ക് ചിന്തിക്കാൻ ഇഷ്ടമുള്ള കാര്യത്തിന് താഴെ ഉദാഹരണം പറയാം. ഞാൻ പറയാണേ എക്സാമ്പിൾ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഉദാഹരണം, എൻ്റെ കുടുംബവുമായി ഒരുമിച്ച് ഡിന്നർ കഴിക്കുന്നതിനെ കുറിച്ച്. തൊട്ട് താഴെ അതുമായിട്ട് ആ സമയത്ത് തോന്നിയ ആ ഒരു ഫീലിങ്സ് എന്താണോ അത് എഴുതാം. സന്തോഷം, സ്നേഹം, അങ്ങനെ ആ ഒരു ഫീലിങ്സ് എഴുതാം. ഇനി രണ്ടാമത്തേത്, എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളുടെ സ്ഥലത്ത് ഉദാഹരണം പറയാം. കടൽ തീരത്ത് നടക്കുക, അതെനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് എഴുതാം അവിടെ. അതിന് തൊട്ട് താഴെ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഫീലിംഗ് എന്താണെന്ന് എഴുതാം. സമാധാനം, റിലാക്സേഷൻ, ശാന്തത, എന്തായാലും നമുക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് ആ ഫീലിങ്സ് എല്ലാം അവിടെ എഴുതാം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കഴിയുന്നത്ര എഴുതുക. ഇതൊരു 10-15 മിനിറ്റെങ്കിലും ചെയ്യുക. ഈ പ്രക്രിയയിലൂടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചിന്തകളിലും പ്രവൃത്തികളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വൈബ്രേഷനെ പോസിറ്റീവ് ആക്കുന്നു. ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സൊരു നല്ലൊരു അവസ്ഥയിലെത്തും. അതായത് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, പ്രവൃത്തികൾ എന്നിവയെല്ലാം പോസിറ്റീവ് ഫീലിംഗുമായിട്ട് അലൈൻ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു എക്സസൈസ് നിങ്ങളുടെ ഫീലിങ്സിനെ ഒരു പോസിറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്താൻ വേഗം സഹായിക്കും. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ നമ്മളിത് ചെയ്താൽ മാത്രമേ നമുക്ക് അതിലോട്ട് പോകാൻ പറ്റൂ കേട്ടോ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോസസ്സിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എത്തിയാൽ മാത്രമേ നമുക്ക് അവിടോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ആദ്യത്തെ സ്റ്റെപ്പ് ഓർമ്മയില്ലേ? പോസിറ്റീവ് എനർജിയിലേക്ക് മാറുക. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തേതാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായി വൈബ്രേഷനിലേ അലൈൻ ചെയ്യുക എന്നത്. ഇനി നിങ്ങൾ എന്ത് കാര്യമാണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എടുക്കുക. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കാര്യം ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കാം. ആ എന്തുകൊണ്ട്, വൈ എന്ന ചോദ്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനം. കാരണം അത് നിങ്ങളെ ഫീലിങ്സുമായിട്ട് കണക്ട് ചെയ്യും. അതായത് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളോട് തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് ഈ കാര്യം വേണ്ടത്? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് നിങ്ങളുടെ ആഗ്രഹത്തിന് പിന്നിലുള്ള ആ ഒരു വികാരത്തെ തിരിച്ചറിയാൻ സഹായിക്കും. നമ്മൾ ഓരോ കാര്യവും ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഫലം നമുക്ക് സന്തോഷം നൽകുന്നത് കൊണ്ടാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു വെക്കേഷന് പോകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? എന്തിനാണ് ആ വെക്കേഷൻ? റിലാക്സ് ചെയ്യാനാണോ, എൻജോയ് ചെയ്യാനാണോ, അല്ലെങ്കിൽ അഡ്വഞ്ചറിനാണോ? ഇപ്പോൾ നിങ്ങൾ ആ ഫീലിങ്സ് അനുഭവിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഫീലിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇപ്പോൾ എനിക്ക് ഈ വികാരങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നല്ലേ? അത് പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ലിസ്റ്റിലേക്ക് തിരിച്ചു പോവുക. ആ ലിസ്റ്റിൽ എവിടെയാണ് റിലാക്സേഷൻ, അതായത് വിശ്രമം, എവിടെയാണെന്ന് നോക്കുക. അത് ചിലപ്പോൾ കടൽ തീരത്തുകൂടി നടക്കുമ്പോഴാണോ, ഒരു പക്ഷേ പുസ്തകം വായിക്കുമ്പോഴാണോ? ആ ലിസ്റ്റ് നിങ്ങൾക്ക് ആ വികാരത്തിലേക്ക് തിരികെ എത്താനുള്ള വഴികൾ പറഞ്ഞുതരും. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ലിസ്റ്റിലേക്ക് തിരിച്ചു പോവുക. ആ ലിസ്റ്റിൽ എവിടെയാണ് റിലാക്സേഷൻ എന്ന ഫീലിംഗ് ഉണ്ടാകുന്നത്? ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് അതിനുള്ള വഴികൾ കണ്ടെത്താൻ സാധിക്കും. അതായത് വെക്കേഷൻ എന്ന നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാനുള്ള എന്തുകൊണ്ട് എന്നത് നിങ്ങൾ കണ്ടെത്തി. ഇപ്പോൾ അതിനുള്ള എങ്ങനെ എന്നത് നിങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ നിങ്ങളുടെ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ചെയ്ത് ആ ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. ചിന്തകളെയും സംഭവങ്ങളെയും നമ്മുടെ ശരീരം ഒരുപോലെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഈ 2 പ്രോസസ്സുകളും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായിട്ട് വൈബ്രേഷനലി അലൈൻ ചെയ്യാൻ സഹായിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസം അവിടെ ഉറയ്ക്കും. ആ വിശ്വാസം നമ്മളെ ആ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് ഉയർത്തുകയും ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വേറൊരു എളുപ്പവഴി പറഞ്ഞുതരാം. അതായത് നമ്മുടെ ആഗ്രഹം ഒരു വെക്കേഷന് പോകുക എന്നതാണ്. അപ്പോൾ നമുക്ക്
എന്താ ചെയ്യുക, നമ്മൾ പഴയത്, അതായത് നമ്മൾ പണ്ടെപ്പോഴെങ്കിലും ആ ഒരു ഫീൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് കൊണ്ടുവരണം ഇവിടെ. മനസ്സിലായോ? നമുക്ക് ആ ഫീലിംഗ് ആണ് വേണ്ടത്. അതിപ്പോൾ ഇത് തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല, നമുക്ക് ആ ഫീലിംഗ് ഇവിടെ കൊണ്ടുവരികയാണ് വേണ്ടത്. മനസ്സിലായോ? അപ്പം അതും ഇതും കൂടി, നമ്മുടെ ആഗ്രഹവും ഈ ഒരു ഫീലിംഗ് കൂടി മാച്ച് ആവുമ്പം എന്ത് സംഭവിക്കും? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമായിട്ട് നമ്മൾ വൈബ്രേഷനിൽ അലൈൻ ചെയ്യും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസം അവിടെ ഉറയ്ക്കും. ആ വിശ്വാസം നമ്മളെ ആ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് ഉയർത്തുകയും ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. അങ്ങനെയും ചെയ്യാം. ഇത് ഞാൻ ചെയ്തു നോക്കിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ കാര്യമാണ്. അത് പറ്റിയില്ലെങ്കിൽ നമുക്ക് പേപ്പറിൽ എഴുതുന്ന, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അത് ചെയ്തു നോക്കാം. ഇതാണ് ഞാൻ പഠിച്ചതിൽ ഏറ്റവും വേഗത്തിൽ നമ്മുടെ വൈബ്രേഷണൽ അലൈൻമെൻറ്റിൽ എത്താനുള്ള വഴി. ഇത് വളരെ ഫലപ്രദമാണ്. നമ്മുടെ മനസ്സ് ചിന്തകളെയും യഥാർത്ഥ സംഭവങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത്. ഈ 2 പ്രക്രിയകളും ഉപയോഗിച്ച് നമ്മൾ മനഃപൂർവ്വം പോസിറ്റീവ് വികാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങും. നമ്മൾ ചിന്തിക്കുന്ന രീതി മാറുമ്പോൾ നമ്മുടെ ഫീലിങ്സ് മാറും. നമ്മുടെ ഫീലിങ്സ് മാറുമ്പോൾ നമ്മൾ കാണുന്ന ലോകവും മാറും. എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യുക എന്നതാണ് ഇവിടെ പ്രധാനം. അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളാണ് ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞു തന്നത് കേട്ടോ. നിങ്ങൾക്കത് ഇഷ്ടമുള്ളതുപോലെ, ഇതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്? അതേപോലെ ചെയ്യാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ സ്വാധീനിക്കും. ഈ ഒരു സ്കില്ല് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിഷ്ടമുള്ള ഏത് സമയത്തും ഈ ഒരു അലൈൻമെൻറ്റിലേക്ക് വരാനും ആഗ്രഹിക്കുന്നത് എന്തും മാനിഫെസ്റ്റ് ചെയ്യാനും സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ. ഈ വിഷയത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. മാത്രമല്ല, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നത് മനസ്സിലാവണമെന്നില്ല. എന്നാലും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വീഡിയോ ചെയ്യാം. ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മാത്രം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്